അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന, നമുക്ക് ജീവൻ നൽകി നമ്മളെ വില കൊടുത്ത് മേടിച്ച ആ ദൈവത്തിന് നമ്മൾ ഇടുന്ന വില എത്രയാണ് നമ്മൾ ഒരിക്കൽ കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 5 രൂപയാണോ, 10 രൂപയാണോ, 50 ആണോ, 100 ആണോ, 500 ആണോ, 1000 ആണോ, അല്ലെങ്കിൽ യൂദാസ് ചെയ്തപോലെ 5 ലക്ഷമാണോ? ഒന്ന് ചിന്തിക്കുക. ഇത് നിന്റെ ജീവിതത്തിൽ ഒരു തിരിച്ചറിവിന്, നിന്റെ ജീവിതത്തിന്റെ തകർച്ചയ്ക്ക് എന്തായിരുന്നു കാരണം എന്നുള്ളത് ഉള്ള ഒരു തിരിച്ചറിവിനും കൂടിയാണ് ഈ വിഷയം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് പൂർവികര് ചെയ്തു പോയിട്ടുള്ള ഇത്തരം പാപങ്ങൾക്ക് നീ വേണം പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ. അതിനുവേണ്ടി നീ എന്ത് ചെയ്യണം? അതിനുവേണ്ടിയിട്ട് നീ ഇതുവരെ ചെയ്തിട്ട് ഇന്ന് മുതൽ നിന്റെ വരുമാനത്തിന്റെ ദശാംശം നീ കൃത്യമായിട്ട് മാറ്റി വെച്ചിട്ട് ദൈവ ശുശ്രൂഷയ്ക്കായിട്ടും അതുപോലെ പാവപ്പെട്ടവർ, അർഹതപ്പെട്ടവർക്കായിട്ട് അത് കൊടുക്കണം. എന്നിട്ട് അവർ പൂർവികർ ചെയ്തു പോയ പാപത്തിന് നീ പരിഹാരം ചെയ്യണം. അതിലൂടെ അല്ലാതെ ഈ ശാപം നിന്റെ ഈ തലമുറ വെച്ചെങ്കിലും അത് നിൽക്കുകയില്ല, അത് പിന്നെ തുടർന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതല്ലാതെ നീയും പണവേ സ്വത്തേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ എന്നാ പറയണ്ടേ, അതിന്റെ പുറത്ത് ജീവൻ കളയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു പരമ്പരയായിട്ട് ഈ ശാപം ഇങ്ങനെ തുടരും. ഇന്ന് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവരുടെ സാമ്പത്തിക മേഖലയിലുള്ള അവരിന്ന് അനുഭവിക്കുന്ന ഇതുപോലുള്ള എന്തെങ്കിലും പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, സാമ്പത്തിക പുരോഗതിക്ക് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും പൂർവികരായിട്ട് വന്നുപോയ, ഒരുപക്ഷെ ചിലപ്പം അവരായിട്ടോ അവരുടെ കാരണവന്മാരായിട്ടോ വന്നുപോയ ആ ഉത്തിരിപ്പുകളും ആ സാമ്പത്തിക മേഖലയിലുള്ള ശാപ പാപ ബന്ധനങ്ങൾ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ